ചെന്താമര ഒരു കൊടുവാളും പിടിയുമായിട്ട് വീട്ടിലേക്ക് ഓടിക്കയറുന്നത് ഞാൻ കണ്ടു. കൂട്ടി മറിഞ്ഞിരുന്ന ഒരാളിനെ വെട്ടിയതാണെന്ന് കാണുന്നത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ചെന്താമര വെട്ടിയല്ലോ എന്നുള്ളത്. പുഷ്പ ചേച്ചി ഇവിടുന്ന് ഏപ്രിൽ മാസത്തിൽ പോയി. ഇനിയിപ്പോൾ തൂക്കി കൊന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ ചേച്ചി അവർ വരുള്ളൂ, അല്ലാതെ അവർ വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രദേശവാസികൾക്കൊക്കെ പേടിയാണ്. അങ്ങനെ ജാമ്യത്തിലിറങ്ങി വന്നപ്പോൾ ആസൂത്രണം ചെയ്ത് കൊല ചെയ്ത ആളല്ലേ. അവരിപ്പോൾ ജയിലടച്ച് വധശിച്ച പറയുമ്പോൾ അവൻ ഇറങ്ങി വരുമോ അങ്ങനെയാണ് പേടിച്ചിട്ടിരിക്കുന്നത്. പോത്തുണ്ടിയിലെ സുധാകരനും സജിതയും അമ്മയും 2 മക്കളുമൊത്ത് സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരുന്ന വീടാണ് ഈ കാണുന്നത്. ഇന്ന് കാട് മൂടി അനാഥമായി നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളായി അവശേഷിക്കുകയാണ് ഇവിടം. മൂന്ന് പേരെ നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തി ഇന്ന് വധശിക്ഷ കാത്തു കഴിയുന്ന ചെന്താമരയുടെ വീടാണ് ഈ കാണുന്നത്. സജിതയുടെ കൊലപാതകത്തിന് ശേഷം ചെന്താമര ലക്ഷ്യം വെച്ചിരുന്നത് ചെന്താമരയുടെ വീടിന് നേരെ എതിർവശത്ത് താമസിച്ചിരുന്ന പുഷ്പയാണ്. ഇരട്ട കൊലപാതകത്തിന് ശേഷം ജീവൻ ഭയന്ന് ഈ വീടും നാടും ഉപേക്ഷിച്ച പുഷ്പ ഇവിടെ നിന്നും പോയി. പുഷ്പ ചേച്ചി ഇവിടുന്ന് ഏപ്രിൽ മാസത്തിൽ പോയി. ഇനിയിപ്പോൾ തൂക്കി കൊന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ ചേച്ചി അവർ വരുള്ളൂ, അല്ലാതെ അവർ വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് പേടിയാണ്. അത് നടന്നാലേ വരുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് പേടി തന്നെയല്ലേ, പെട്ടെന്ന് അങ്ങനെ വിടുവോ പിടിക്കുമോ പറഞ്ഞിട്ടൊരു ഭയം. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമാധാനം, സന്തോഷം. അയാൾക്ക് ആ വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അന്ന് ഞാൻ ഒരു 10 മണിയും 10:10 ഇടയിൽ പാടത്തേക്ക് പോകുമ്പോൾ ചെന്താമര ഒരു കൊടുവാളും പിടിയുമായിട്ട് വീട്ടിലേക്ക് ഓടിക്കയറുന്നത് ഞാൻ കണ്ടു. പിന്നെ തൊട്ട് അതിൻ്റെ അപ്പം തന്നെ ഇവൻ എന്ത് ചെയ്തോ എന്താണെന്ന് അറിയില്ല. ഞാൻ താഴത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരു കൊലപാതകം നടത്തിയത് സ്കൂട്ടി മറിഞ്ഞിരുന്ന ഒരാളിനെ വെട്ടിയതാണെന്ന് കാണുന്നത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ചെന്താമര വെട്ടിയല്ലോ എന്നുള്ളത്. അവരുടെ അമ്മയും തൊട്ട് അപ്പുറത്ത് വിട്ടുകൊണ്ട് കിടക്കണം. ഈ കാഴ്ച ഞാനാണ് കണ്ടത്. ഉറക്കെ ചെന്താമര വെട്ടിയല്ലോ എന്ന് പറഞ്ഞ് ആ സമയം കൊണ്ട് അവൻ ഓടി രക്ഷപ്പെട്ടു. അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ബാക്ക് വാതിൽ കൂടി ഓടി രക്ഷപ്പെട്ടു. പ്രദേശവാസികൾക്കൊക്കെ പേടിയാണ്. കാരണം ഇവനെപ്പോൾ വരും. അങ്ങനെ ജാമ്യത്തിലിറങ്ങി വന്നപ്പോൾ ആസൂത്രണം ചെയ്ത് കൊല ചെയ്ത ആളല്ലേ. കോടതി നല്ലൊരു വിധിയാണ് അവന് കൊടുത്തത്. തൂക്കുകയറി അവൻ്റെ പരോളില്ലാണ്ട് നല്ല രീതിക്കാണല്ലോ ഈ വിധി വന്നിരിക്കുന്നത്. ഈ ശിക്ഷ തൂക്കുകയർ കൊടുത്തത് എത്രയും പെട്ടെന്ന് അവനെ തൂക്കിക്കൊല്ലണമെന്ന് ഈ നാട്ടുകാരും ഞാനും ഇവിടെയുള്ള എല്ലാ ജനങ്ങളും പറയണം. ഒരു കൊലയ്ക്ക് 2 കൊല ചെയ്തതല്ലേ, 2 ഡബിൾ കൊല ചെയ്തല്ലേ. അപ്പം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും വിധിച്ച് ചെയ്യാൻ കിട്ടും, വേറെ ഒന്നും അവനക്ക് കിട്ടില്ല. തൂക്ക് കയറാൻ കിട്ടും, അപ്പം തന്നെ തൂക്കി കൊല്ലണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അങ്ങനത്തെ ഉള്ള സ്നേഹമുള്ള ആൾക്കാരെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ ഇരുന്നത്. ഈ കൊല ആദ്യം പെണ്ണിനെ കൊന്നല്ല, അപ്പം തൊട്ട് അവൻ്റെ മേലെ നമുക്ക് ഒരു പിന്നെ ഇത് 2ാമത്തെ കൊല ഇങ്ങനെ ചെയ്തല്ല. ഭയങ്കര കൂടുതൽ ഇതായി. അവനക്ക് കൊലക്കുറ്റം തന്നെ പറഞ്ഞു. പിന്നെ അവൻ തൂക്കി എന്നെ കൊല്ലണം, അവന് ജയിലിലേ വെക്കാൻ പാടില്ല പറഞ്ഞിട്ടാണ്. ജാമ്യം കിട്ടാൻ പാടില്ല, പരോലും കിട്ടാൻ പാടില്ല. അങ്ങനെയാണ് ഞങ്ങളൊക്കെ വിചാരിച്ചതാണ്. തൂക്കി എന്നെ കൊല്ലണം, അവൻ കൂടി ശീഘ്രം ജയിലിൽ നിന്ന് തൂക്കിക്കൊള്ളണം. അതാണ് ഞങ്ങൾക്ക് സന്തോഷം. കൂടുതലുണ്ട് ആൾക്കാരൊക്കെ അവൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം പുഷ്പി തന്നെയാണ് ചെയ്യും. അവൻ വന്നത് പുഷ്പിയാണ് അവളുടെ കൊടുത്തോണ്ട് കട്ടികളുടെ കൊടുത്തൊക്കെ നടന്നിട്ടും പിടിച്ചിട്ട് കൂട്ടം കൂട്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവനക്ക് ഭയങ്കര ഇതാണ്, ദേഷ്യം. ഭാര്യയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ADS ആയിരുന്നത്. ഇവിടെ ADS ആണ് പഞ്ചായത്ത്, അവരുടെ കൂടത്താണ് നടന്നത്. അവനക്ക് എപ്പോൾ നോക്കിയാൽ സംശയം തന്നെ, ആരുടെ കൂടത്ത് നടന്നാലും സംശയം തന്നെ. കാരണം കൊണ്ട് അവൾ ഇവൻ്റെ അടുത്ത് ഇരിക്കാൻ പാടില്ല പറഞ്ഞിട്ട് അവനോടി. അവരിപ്പോൾ ജയിലടച്ച് വധശിച്ച പറയുമ്പോൾ അവൻ ഇറങ്ങി വരുമോ അങ്ങനെയാണ് പേടിച്ചിട്ടിരിക്കുന്നത്.